ഈ ഒരു വീട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് വേറെ കാരണങ്ങളില്ല. ഏകദേശം 5.5 സെന്റ് സ്ഥലം വരുന്നുണ്ട്. 2600 മേലെ സ്ക്വയർ ഫീറ്റും. ഭംഗിയുള്ള ഒരു വീടാണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. എലിവേഷൻ എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിലാണ്. പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നോയിക്കോളൂ, വലിയൊരു വില്ല പ്രൊജക്ട് തന്നെയാണ്. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വില്ല പ്രൊജക്ട് വരുന്നത്. ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് തന്നെ നോയിക്കോളൂ, കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വീതിയുള്ള വഴികൾ തന്നെയാണ്. ഏകദേശം മെജോറിറ്റി വീടുകളും സെയിലായി. 1-2 ആളുകൾ താമസമായതാണ്. 5.5 സെന്റ് സ്ഥലത്ത് 2600 കൂടുതൽ സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 3 കാർ പാർക്കിംഗ് ഉണ്ട്. 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമും കൂടി ആയിട്ടാണ് ഈ കാണുന്ന ഭംഗിയുള്ള വീട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ കണ്ടു. നമുക്കിനി മതിലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആവശ്യത്തിനുള്ള ഡിസൈനുകളൊക്കെ വന്നിട്ടുണ്ട്. മിഡിൽ പോർഷനിലായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ, ടെക്സ്ചർ വർക്കുകൾ, ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. മെയിൻ പില്ലറുകളിൽ ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ് വരുന്നുണ്ട്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് വരുന്നത്. വീടിന് ഭംഗിയുള്ള എലിവേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് വരുന്നത് വൈറ്റ് കളർ പെയിന്റ് ആണ്. റൂഫിന്റെ പോർഷനിലൊക്കെ നോക്കുവാണെങ്കിൽ ബ്രിക്ക് മോഡലുള്ള ടെക്സ്ചർ വർക്ക്, അതാണ് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് വീടിന് തോന്നുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ്, സിലിണ്ടറിക്കൽ ലൈറ്റ് എല്ലാം കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ഫ്ലോർ കംപ്ലീറ്റ് നോക്കിയാൽ കാണാം, ടൈല് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ കാർ പോർച്ച് വരുന്നത്. കവേർഡ് ആയിട്ടുള്ള പോർച്ചിന് അണ്ടറിൽ നമുക്ക് ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാം. 2ഉം 3ഉം കാറുകൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ വിശാലമായി നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സോ ടോട്ടലി നമ്മുടെ 3 കാറുകൾ ഇവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് കാർ പോർച്ചിന്റെ സൈഡിലൂടെ വീടിന്റെ ലെഫ്റ്റ് സൈഡ് ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. നമുക്കിവിടെ വെൽ വാട്ടർ ഉണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് KW വാട്ടറും കിട്ടുന്നതാണ്. കിച്ചന്റെ പുറത്തായിട്ട് നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കാനായിട്ട് കേജ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് ഏരിയ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2ഉം 3ഉം കാറുകൾ പാർക്ക് ചെയ്യാവുന്ന ഈ ഒരു സ്പേസിലൂടെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് വീടിന്റെ റൈറ്റ് സൈഡ് ആണ്. നമുക്ക് അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീടിന്റെ റൈറ്റ് സൈഡിലൂടെ പോകുന്ന വഴിയും സ്പേഷ്യസ് ആണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നിന്നും വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡാണ് കാണാൻ പറ്റുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു 2 അല്ലെങ്കിൽ ഒരു 3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ നോർത്ത് ഫേസിംഗ് ആണ്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിന്റെ ലിവിംഗ് സ്പേസിലാണ്. 12.5 അടി നീളവും 11.5 അടി വീതിയുമുള്ള നല്ലൊരു ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ്. നല്ലൊരു ഡിസൈൻ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. 2 സൈഡിലായിട്ട് 3 വിൻഡോസ് വെച്ചിട്ടാണ് വരുന്നത്. വിൻഡോസിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. നിറയെ അഴികളോട് കൂടിയ ഡിസൈൻ ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കാൻ തോന്നുന്ന ഒരു രീതിയിലുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനിടെ എല്ലാം ചെറിയ LED ബൾബുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എയർ ഹോൾ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. TV ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വോളിന് പകരം അവിടെ കംപ്ലീറ്റ് ആ പാനലിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയാൽ നല്ല ഡിസൈനിലാണ് വരുന്നത്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. ക്ലോസ്ഡ് കബോർഡുകൾ വരുന്നുണ്ട്. മെയിൻ TV വെക്കാനുള്ള ആ ഒരു ബോർഡ് വന്നിട്ട് വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് നമുക്ക് TV വെക്കാനായിട്ട് തൊട്ടപ്പുറത്ത് വരുന്നത് ഡൈനിങ് ഹാൾ ആണ്. അപ്പൊ ഡൈനിങ് ഹാളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് TV കാണണമെങ്കിൽ റിവോൾവ് ചെയ്യാവുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് 2 സൈഡും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാവുന്ന രീതിയിൽ ഇതുപോലെ അറേഞ്ച്മെന്റ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഡ്രോസ് വരുന്നുണ്ട്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല ഏരിയ സ്പേഷ്യസ് ആയിട്ട് കാണാവുന്നതാണ്. മുകളിൽ എൻട്രൻസ് നോക്കിയാലും CNC കട്ടിങ്ങും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഇങ്ങോട്ടേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫ്രഞ്ച് മോഡൽ വിൻഡോസ് 2 കിട്ടുന്നത്. ഈ ഒരു പാസേജ് വഴി വരുന്ന സമയത്ത് പാസേജിന്റെ റൂഫിൽ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. LED സ്ട്രിപ്പുകളുടെ വർക്കുകളാണ് കൂടുതൽ. വളരെ ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്.
അവിടെ നിന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ വലിയൊരു ഡൈനിങ് ഏരിയയിലേക്കാണ്. 16 അടി നീളവും 14 അടി വീതിയിലുമുള്ള വലിയൊരു ഡൈനിങ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം 8-10 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയിൽ നമുക്ക് വാഷ് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ട് വിൻഡോ വരുന്നുണ്ട്. വിൻഡോയുടെ അടുത്ത് ഈ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ഗ്രേ കളർ വരുന്ന ഗ്രാനൈറ്റിലാണ് ഇരിക്കുന്നത്. സെറയുടെ ആണ് വാഷ് ബേസിൻ. കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്. മുകളിൽ ഹാങ്ങിങ് ലൈറ്റ്സും താഴെ ക്ലോസ്ഡ് കബോർഡുകളുമാണ് വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ടഫിന്റെ ഗ്ലാസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിൽ കൊടുത്തിരിക്കുന്നത്. ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ വരുന്ന ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് അകത്തേക്കൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇൻവെർട്ടേഴ്സ് വെക്കാനും സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാനൊക്കെ ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റൂഫ് നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നിറയെ വർക്കുകൾ വരുന്നുണ്ട്. അതുകൂടാതെ ഡൈനിങ് ഹാളിന് കവർ ചെയ്തിരിക്കുന്ന റൂഫ് നോക്കുവാണെങ്കിലും അനാവശ്യമായ യാതൊരു വർക്കുകളും ഇല്ലാതെ LED സ്ട്രിപ്പുകൾ മാത്രം കൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ആദ്യത്തെ ബെഡ്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ വോളില് 2 സിംഗിൾ വിൻഡോസും 3 വിൻഡോസ് ആ ഒരു ഭാഗത്തുമാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ എല്ലാ റൂമുകളിലേക്കും ഇടാനുള്ള സൈഡ് ടേബിൾ ആണ് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ സ്ലൈഡിംഗ് ഡോറുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. താഴെയൊക്കെ ഡ്രോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. LED സ്ട്രിപ്പിന്റെ വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗോൾഡൻ കളർ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ വരുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞു. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സിംഗിൾ വിൻഡോസ് ആണ് എല്ലായിടത്തും തന്നെ കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി LED സ്ട്രിപ്പുകളുടെ ഭംഗിയുള്ള ഡിസൈനുകളും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്ലൈഡ് ചെയ്യാവുന്ന മോഡലുള്ള വാർഡ്രോബും അതിനോട് കൂടി തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു ബാത്റൂമിലെ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല ലീഫി ഡിസൈൻ വരുന്ന ഗ്രീൻ കളർ നല്ല ഭംഗിയുള്ള കണ്ണിനൊക്കെ നമുക്ക് നല്ല കുളിർമ കിട്ടുന്ന ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാത്റൂമിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച്മെന്റ്സ് തരുന്നത്. നമുക്ക് ഇവിടുത്തെ കേബിള് സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും GM-ലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കണ്ടു. നമ്മൾ കിച്ചണിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഇതുപോലൊരു ടേബിൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് എന്തിനായിട്ട് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. കിച്ചൺ നോക്കുവാണെങ്കിൽ വാസ്തുപരമായിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. ഓപ്പൺ കിച്ചൺ ആണ്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ഗ്രാനൈറ്റ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഗ്ലാസ് ഡോറുകളൊക്കെ വെച്ചിട്ടൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. മുകളിലൊക്കെ നല്ല വുഡൻ ഡിസൈനുകൾ കൊടുത്തിട്ട് 3 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് വരുന്നത്. നമുക്കിവിടെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ തന്നെ കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകൾ നിങ്ങൾ നോക്കിക്കോളൂ, കുറച്ച് ഡിഫറെന്റ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ഗ്രിപ്പോട് കൂടിയ ടൈലാണ് കിച്ചണകത്ത് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഓപ്പൺ എൻട്രൻസ് കണ്ടു. അതിന് നേരെ അകത്ത് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും കിട്ടുന്നുണ്ട്. നമുക്ക് വാസ്തുപരമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യാവുന്ന രീതിയിലാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറാണ്. അതിന് മാച്ച് ആയിട്ട് തന്നെയാണ് സറൗണ്ടിങ് ഏരിയാസും കിച്ചൺ ക്യാബിനറ്റ്സും ചെയ്തിരിക്കുന്നത്. എത്ര സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സൂക്ഷിക്കാനായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 ലെയറും താഴെ 1 ലെയറും ആയിട്ടാണ് നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് വരുന്നുണ്ട്. 2 ആയിട്ടാണ് നമുക്ക് സിങ്ക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്ലേറ്റ്സും കട്ട്ലറീസ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്സിലൊക്കെയാണ് ഇവിടെ കിച്ചൺ ക്യാബിനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരെ മുകളിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ കുറച്ച് പ്രൊജക്ഷൻ കൊടുത്തിട്ട് അവിടെ നമുക്ക് LED സ്ട്രിപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയാൽ ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസ് ആണ്. വലിയൊരു വർക്ക് ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. ഇതിങ്ങനെ ഒരു വലിയ സ്പേസ് ആണ്. നിങ്ങൾക്ക് എത്ര സാധനങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് നല്ല സ്പേഷ്യസ് ആണ് ഈ ഏരിയ വരുന്നത്.
അതിനെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ നോക്കിക്കോളൂ. ആ ഒരു പോർഷൻ കഴിഞ്ഞാൽ ബാക്കിലേക്ക് നമുക്ക് വീണ്ടും സ്പേസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. ഇവിടേക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. റൂഫും കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ കളർ ഡിസൈൻ കൂടാതെ ഗോൾഡൻ കളർ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ പെർഗോള മോഡലിനെ കുറിച്ച് ഓപ്പണിംഗും വരുന്നുണ്ട്. ഗ്ലാസ് ഇട്ടത് കവർ ചെയ്തിരിക്കുകയാണ്. എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ നേരെ വരുന്നത് ഇവിടുത്തെ വലിയൊരു ഹാളിലേക്കാണ്. നിങ്ങളുടെ അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വളരെ വലിയൊരു ഹാളാണ്. അതിന് നേരെ റൂഫിലൊന്ന് നോക്കിക്കോളൂ. നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന് സ്റ്റാർട്ടിങ് തുടങ്ങി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായ വർക്കുകളൊന്നും വന്നിട്ടില്ല. ആവശ്യത്തിന് മാത്രമുള്ള LED സ്ട്രിപ്പുകളും അതും ഭംഗിയായ അറേഞ്ച്മെന്റ്സിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്നു. ഇവിടെയായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നത്. ഈ അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ടേബിളും താഴെ നമുക്ക് കബോർഡുകളും വരുന്നുണ്ട്. മുകളിൽ നോക്കിയാലും സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാൻ, കുട്ടികൾക്ക് പഠിക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂം, യൂട്ടിലിറ്റി, സ്റ്റഡി റൂം എല്ലാം തന്നെ കാണാനുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോട്ടലി 3ാമത്തെ ബെഡ്റൂം വരുന്നത്. 13 അടി നീളവും 11.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് കിട്ടുന്നത്. ചുറ്റിനും നോക്കിയാൽ കാണാം നിറയെ സിംഗിൾ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെയും വാർഡ്രോബ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സെയിം ടൈലുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. വൈറ്റ് ആൻഡ് ഗോൾഡൻ കളറിൽ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിന് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നത്. ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് വലിയൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് റൂഫ് എല്ലാം തന്നെ കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. വലിയ ഏരിയ തന്നെയാണ്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആ വോളില് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നമുക്ക് സ്ലൈഡിംഗ് മോഡലിൽ തന്നെയാണ് വരുന്നത്. അതിനടുത്തായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൂടി കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ചെറിയൊരു ഡിസൈനും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഗ്രീൻ കളറിലുള്ള ലീഫി ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 4ാമത്തെ ബെഡ്റൂമാണ്. 4ാമത്തെ ബാത്റൂമാണ്. 4 ബാത്റൂമുകളിലും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. 4 ബെഡ്റൂം കണ്ടു കഴിഞ്ഞ് നമുക്കിനി ഇവിടുത്തെ റീഡിംഗ് റൂമും ബാൽക്കണിയും കൂടെ കാണാനുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വോളിൽ ഇതുപോലെ അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. ചെറിയ ഫ്ലവർ വൈസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് റൂം കിട്ടുന്നുണ്ട്. കുട്ടികളുടെ ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് പഠിക്കാനുള്ള റൂമായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഈ ഒരു റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 11.5 അടി വീതിയുമാണ് കിട്ടുന്നത്. ചുറ്റിനും നോക്കുവാണെങ്കിൽ കാണാം ഇവിടെ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ ഭംഗിയുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എയർ ഹോൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഡ്രോസ് വരുന്നുണ്ട്. താഴെ കബോർഡുകളാണ്. മുകളിലും ഷെൽഫ് ഒക്കെ ആയിട്ടാണ് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുട്ടികളുടെ ഒരു റൂമാണെങ്കിൽ അവർക്കൊരു TV ഒക്കെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അതിനുള്ള അറേഞ്ച്മെന്റ്സും എല്ലാം കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. വലിയൊരു ബാൽക്കണി സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു പോർഷൻ റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. ഒരു പോർഷനുള്ള ബാൽക്കണി ഓപ്പൺ ആയിട്ടുമാണ് കിട്ടുന്നത്. കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു പോർഷനിൽ വന്നിട്ട് ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ്. ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെയിൽ സൺലൈറ്റ് ഒക്കെ ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പൺ സ്പേസ് തന്നെ അവിടെ കിട്ടുന്നുണ്ട്. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ്. ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് പള്ളിക്കര ജംഗ്ഷനിൽ നിന്നുള്ള ദൂരം വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. റോഡ് ഫേസ് ആയിട്ടാണ് ഈ കാണുന്ന വില്ലകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6.4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കളക്ട്രേറ്റിലേക്ക് 9.9, തൃപ്പൂണിത്തുറയ്ക്ക് 17, ഇടപ്പള്ളിയിലേക്കും കളമശ്ശേരിയിലേക്കും സെയിം ഡിസ്റ്റൻസ് ആണ് 14 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 22. വളരെ പെട്ടെന്ന് തന്നെ പണിത ഉടനെ തന്നെ വില്ലകളെല്ലാം സെയിലായ ഒരു ഹിസ്റ്ററി ഉള്ള ഒരു പ്രൊജക്ട് ആണ്. കാരണം വളരെ ക്വാളിറ്റിയോടുകൂടി നല്ല ഭംഗിയായിട്ടൊക്കെയാണ് ഈ വില്ലകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈസി ആക്സസും ആണ്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 5.5 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 5.5 സെന്റിൽ
2600 കൂടുതൽ സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നമ്മൾ വർക്ക് ഏരിയ കൂട്ടാതെയാണ് 2600 പറഞ്ഞിരിക്കുന്നത്. 2000 സ്ക്വയർ ഫീറ്റിനേക്കാൾ എബോവ് വരുന്നുണ്ട്. 4 ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂം ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. അതുപോലെ 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. ഇത്രയൊക്കെ സൗകര്യങ്ങൾ പോരെ നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാൻ. ഈ ഒരു വീടിന് 1,10,00,000 രൂപയാണ് ഓണർ ചോദിക്കുന്നത്. 1.10 VR എന്നുള്ളതിന്റെ പ്രൈസ്. തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി വാങ്ങിത്തരാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും. ഫുൾ ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. കയ്യിലുള്ള എമൗണ്ട് നമുക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കണ്ട. സ്ക്രീനിൽ നമ്പറുകൾ കാണിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.